ാണ് അത് നിലനിൽക്കുന്നത്. ആദ്യഘട്ടത്തിലും അതെ, രണ്ടാം ഘട്ടത്തിലും അതെ. പക്ഷെ ആദ്യഘട്ടവും രണ്ടാം ഘട്ടവും തമ്മിലുള്ള മൗലികമായ ഒരു വ്യത്യാസം, ആദ്യഘട്ടത്തിൽ ഒരു മധ്യവർഗ ബൗദ്ധികതയുടെ രാഷ്ട്രീയ ആശയം എന്ന നിലയ്ക്കാണ് ദേശീയത നിലനിൽക്കുന്നതെങ്കിൽ, രണ്ടാം ഘട്ടത്തിലെത്തുമ്പോൾ ഇന്ത്യയിലെ സവിശേഷമായ ഒരു സാമൂഹിക വിഭാഗം, വാണിജ്യ മുതലാളി വർഗം, തങ്ങളുടെ സാമ്പത്തിക രാഷ്ട്രീയ താല്പര്യങ്ങളെ ദേശീയതാ സങ്കല്പവുമായി കൂട്ടിക്കെട്ടുകയും ദേശീയതയ്ക്ക് ഭൗതികമായ ചില അടിസ്ഥാനങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്നു എന്നതാണ് രണ്ടാമത്തെ ഘട്ടത്തിന്റെ വ്യത്യാസം. ഈ വ്യത്യാസം നിലനിൽക്കെ തന്നെ രണ്ട് ഘട്ടങ്ങളെ സംബന്ധിച്ചും പറയാവുന്നത്, രണ്ട് ഘട്ടങ്ങളിലും ദേശീയ ഭാവന ഉപരിവർഗനിഷ്ഠമാണ്, കുലീനമാണ്, ന്യൂനപക്ഷമാണ്, അതിന്യൂനപക്ഷമാണ്. ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ പോരാ, ഉപരിവർഗത്തിൻ്റെതാണ്. ഉന്നത വിദ്യാഭ്യാസമൊക്കെ നേടിയ, സാമ്പത്തികമായി വലിയ വളർച്ചയിലേക്ക് അക്കാലത്ത് പ്രവേശിക്കുന്ന ചുരുക്കം പേരുടെ ആശയധാരണകളിലോ സാമ്പത്തിക താല്പര്യങ്ങളോ മാത്രമാണ് ദേശീയതയുമായി ഈ രണ്ട് ഘട്ടങ്ങളിലും ബന്ധപ്പെടുന്നത്. ഇതിൽ നിന്ന് നിർണായകമായ ഒരു പരിവർത്തനത്തിലേക്ക് ഇന്ത്യ മാറുകയും ഒരുപക്ഷെ ദേശീയതയ്ക്ക് സവിശേഷമായ രാഷ്ട്രീയ ഉള്ളടക്കം കൈവരുകയും ചെയ്യുന്നത് 20ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലെ 2 പതിറ്റാണ്ടുകളിലാണ്. ഈ 2 പതിറ്റാണ്ടുകളുടെ സവിശേഷത, AR ദേശായി അതിനെ വിളിക്കുന്നത് പോപ്പുലർ മിലിറ്റന്റ് നാഷണലിസം എന്നാണ്. ജനകീയമായ ബലിഷ്ഠ ദേശീയത വികസിച്ചു വരും. ലളിതമായിട്ട് പറഞ്ഞാൽ, ഉപരിവർഗനിഷ്ഠമായ രാഷ്ട്രീയ ആശയം എന്ന നിലയിലോ വാണിജ്യ മുതലാളിത്തത്തിന്റെ സാമ്പത്തിക താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ ആശയം എന്ന നിലയിലോ ഉള്ള നിലനിൽപ്പിൽ നിന്ന് ഇന്ത്യൻ ജനതയുടെ ജീവിതത്തിൽ വലിയ തോതിൽ പടർന്നു പിടിച്ച ഒരു രാഷ്ട്രീയ ആശയമായി ദേശീയത പരിണമിക്കുന്നത് 20ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിലാണ്. ഇതിന് കാരണമായി തീർന്ന പല ഘടകങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം 1905 ലോർഡ് കഴ്സന്റെ നേതൃത്വത്തിലുണ്ടായ ബംഗാൾ വിഭജനം. ആ വിഭജനത്തിനെതിരെ ഇന്ത്യയിൽ ഉയർന്നു വന്ന വലിയ പ്രതിരോധങ്ങൾ, ഒപ്പം തന്നെ ആ പ്രതിരോധത്തിന്റെ സമുന്നതമായ നേതൃസ്ഥാനത്തേക്ക് പിന്നാലെ ഉയർന്നു വന്ന ബാലഗംഗാധര തിലകനെ പോലുള്ള വലിയ നേതാക്കൾ, അതുപോലെ തന്നെ അക്കാലത്ത് ഉയർന്നു വന്ന സ്വദേശി പ്രസ്ഥാനം, അനുശീലൻ സമിതിയെ പോലുള്ള ഭീകര സംഘടനകളെന്ന് മുദ്രകുത്തപ്പെട്ട ബോംബെറിഞ്ഞും പോലീസ് ഓഫീസർമാരെ വെടിവെച്ചുവെന്നും ജഡ്ജിമാരെ കടന്നാക്രമിച്ചുമൊക്കെ ബ്രിട്ടനെ ഇല്ലാതാക്കാൻ കഴിയും, അതുവഴി രാഷ്ട്രീയ സ്വാതന്ത്ര്യം കൈവരിക്കാൻ കഴിയുമെന്ന ചെറു സംഘടനകൾ, ഇതെല്ലാം കൂടി ചേർന്ന ഒരു അന്തരീക്ഷമാണ് ഏതാണ്ട് 1920കൾ വരെയുള്ള ഇന്ത്യൻ ദേശീയ ഭാവനയുടെ കേന്ദ്രം. ഈ ഘട്ടത്തിന്റെ സമുന്നത പ്രതിനിധി എന്ന് നമുക്കൊരാളെ വിളിക്കാമെങ്കിൽ അത് ബാലഗംഗാധര തിലകനാണ്. തിലകൻ മാത്രമല്ല, തിലകൻ ഒന്നുണ്ട്, ലാലാ ലജ്പത് റായ് ഉണ്ട്, അല്ലെങ്കിൽ ബിപിൻ ചന്ദ്രപാൽ ഉണ്ട്, അരവിന്ദ് ഘോഷുണ്ട്, രാംപ്രസാദ് ബിസ്മിലിനെ പോലുള്ള ആളുകളുണ്ട്, അനുശീലൻ സമിതിയുണ്ട്, അങ്ങനെ ധാരാളം പേർ ഉണ്ട്. ഒറ്റതിരിഞ്ഞ ഭീകര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളെന്ന് മുദ്രകുത്തപ്പെട്ട ഈ അന്ന് ടെററിസ്റ്റുകൾ എന്നാണ് അവരെല്ലാം വിളിക്കപ്പെട്ടിരുന്നത്, അവരുണ്ട്. തിലകനെ പോലുള്ള വലിയ ആളുകളുണ്ട്. ഇവരെല്ലാം ചേർന്ന് ദേശീയത എന്ന് പറയുന്നതിനെ ഉപരിവർഗത്തിന്റെ സൂക്ഷ്മ രാഷ്ട്രീയാശയം എന്നതിന് പകരം ഉപരിവർഗനിഷ്ഠമായ ദേശീയതയിൽ നിന്ന് ദേശീയതയ്ക്ക് ജനകീയമായ വലിയ വ്യാപ്തി കൊണ്ടുവരികയും പോപ്പുലർ നാഷണലിസം, ജനകീയമായ ദേശീയത എന്നതിലേക്ക് ഇത് പടർന്നു പിടിക്കുകയും ചെയ്തു. പക്ഷെ ഈ ഘട്ടത്തിന് മൗലികമായ മറ്റൊരു വലിയ ഭീമാകാരമായ ഒരു പരിമിതി ഈ 3ാം ഘട്ടത്തിലെ ദേശീയതയ്ക്കുണ്ട്. കാരണം ഈ 3ാം ഘട്ടത്തിലെ ദേശീയ ഭാവനയുടെ അടിസ്ഥാനമായിരുന്നത് മതമാണ്. നമ്മൾ ഇന്ന് കരുതുന്നത് പോലെ മതദേശീയത എന്നത് പൊടുന്നനെ പൊട്ടിപ്പുറപ്പെട്ട ഒന്നൊന്നുമല്ല. ഇന്ത്യൻ ദേശീയതയുടെ രൂപീകരണത്തിനുള്ളിൽ തന്നെ ഈ ദേശീയതയെ നിർവചിക്കുന്ന ഒരടിസ്ഥാന യുക്തിയായി മതം അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. മതത്തെ മുൻനിർത്തുന്ന ദേശീയ ഭാവന വളരെ ശക്തമായി വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ മതാത്മകമായ, മതത്തെ സംസ്കാരം എന്ന് ചിലപ്പോൾ വിളിക്കും, ചിലപ്പോൾ മൂല്യങ്ങൾ എന്ന് വിളിക്കും, ഏത് പേരിട്ട് വിളിച്ചാലും വാസ്തവത്തിൽ മതം എന്നത് ദേശീയതയുടെ ഒരു ഹൃദയ സങ്കല്പമായി തീരുകയും ഈ മതാഭാവനയെ മുൻനിർത്തുന്ന രാഷ്ട്രഭാവന ശക്തമായി വരികയും ചെയ്യുന്നു. അതുകൊണ്ട് തിലകനെ സംബന്ധിച്ചൊക്കെ സ്വാതന്ത്ര്യം എന്നതിന് തിലകൻ ഒറ്റ അർത്ഥമേ ഉള്ളൂ, അത് രാഷ്ട്രീയ സ്വാതന്ത്ര്യം.
പൊളിറ്റിക്കൽ ഫ്രീഡം ഫസ്റ്റ് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം. മറ്റ് ഘടകങ്ങളൊക്കെ സാമൂഹിക സ്വാതന്ത്ര്യം, സാമ്പത്തിക സ്വാതന്ത്ര്യം, അയിത്തം പോലുള്ള അനാചാരങ്ങളിൽ നിന്നുള്ള വിടുതി, ഇതൊന്നും അദ്ദേഹത്തെ സംബന്ധിച്ച് സുപ്രധാന കാര്യമായിരുന്നില്ല എന്ന് മാത്രമല്ല പലപ്പോഴും അത്തരം പരിശ്രമങ്ങൾക്കെതിരെ അദ്ദേഹം നിലപാടെടുക്കുകയും ചെയ്യുന്നുണ്ട്. ബാലികാ വിവാഹം നിരോധിക്കണം എന്ന വാദത്തിനെതിരായിരുന്നു തിലകൻ, വിധവാ വിവാഹത്തിനെതിരായിരുന്നു തിലകൻ, ഐത്താചരണത്തിനടക്കമുള്ള ജാതി നിർമൂലനത്തിനോ ജാതി പരിഷ്കരണത്തിനോ വേണ്ടിയുള്ള ശ്രമങ്ങൾക്കെതിരായിരുന്നു തിലകൻ. ഇത് തിലകൻ ഒറ്റയ്ക്ക് ഒരാളൊന്നുമല്ല കേട്ടോ. വാസ്തവത്തിൽ നമ്മൾ ഇന്ന് ഓർക്കാത്ത ഗാന്ധിയൻ ദേശീയതയുടെ പിൽക്കാലത്തെ വലിയൊരു വ്യാപനം കൊണ്ട് മറുവാദത്തിന്റെ പ്രതിനിധികളായി ഇവിടെ ഉണ്ടായിരുന്ന ആളുകളെ നാം അങ്ങനെ ഓർക്കുന്നില്ല എന്നേ ഉള്ളൂ. വാസ്തവത്തിൽ ഈ ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്നത് ഏറെക്കുറെ മതാത്മകമായി നിർവചിക്കപ്പെട്ടതിന്റെ ധാരാളം അടയാളങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ വലിയ കവികളിലൊരാള് മൊട്ട പാഴ്ത്തലയല്ല വേണ്ടു ഭാരതക്ഷോണി കിരീടം ചൂടാൻ എന്ന് അക്കാലത്ത് എഴുതുന്നത് ഈ യുക്തിയുടെ ഒരു തുടർച്ചയിലാണ്. അത് ധാരാളം പേരിലുണ്ട്. ഞാനൊരു വലിയ കുറ്റാരോപണം നടത്തുകയല്ല, പക്ഷെ ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇങ്ങനെ ദേശീയത മതാത്മകമായി നിർവചിക്കപ്പെടുകയും വാസ്തവത്തിൽ ഇന്ത്യക്കകത്ത് ഒരു ഇന്ത്യൻ ദേശീയതയ്ക്കുള്ളിൽ മതപരമായ ഒരു വിഭജനത്തിന്റെ ഒരു വിത്ത് വിതയ്ക്കപ്പെടുകയും ചെയ്യുന്നത് വാസ്തവത്തിൽ ഈ ഘട്ടത്തിലാണ്. നമ്മൾ പലപ്പോഴും കരുതും മധ്യകാലത്തെ മതസംഘർഷങ്ങൾ, മധ്യകാലത്തെ ഹിന്ദു മുസ്ലിം സംഘർഷം, അതിൻ്റെ തുടർച്ചയാണ് നാം പിൽക്കാലത്ത് കാണുന്നത് എന്നൊക്കെ ഈ മതവർഗീയവാദികൾ ധാരാളമായിട്ട് പറഞ്ഞു പ്രചരിപ്പിക്കാറുണ്ട്. വാസ്തവത്തിൽ മധ്യകാലത്തെ മതസംഘർഷങ്ങളൊക്കെ മതസംഘർഷങ്ങൾ തന്നെയായിരുന്നോ അതോ മതസംഘർഷങ്ങളുടെ പേരിൽ അവതരിപ്പിക്കപ്പെട്ട രാഷ്ട്രീയ സാമ്പത്തിക സംഘർഷങ്ങളായിരുന്നോ എന്ന കാര്യം സൂക്ഷിച്ചാലോചിക്കേണ്ടതാണ്. ഇപ്പോ മധ്യകാലത്തെ അല്ലെങ്കിൽ ആധുനിക ഘട്ടത്തിന് തൊട്ടു മുമ്പുള്ള ഏറ്റവും വലിയ മതവിദ്വേഷത്തിന്റെ കേരളത്തിലെ മാതൃകയാണല്ലോ ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താൻ ക്ഷേത്രങ്ങൾ ആക്രമിച്ചു എന്നുള്ളത് ശരിയാണ്. മലബാറിലെ ക്ഷേത്രങ്ങൾ അദ്ദേഹം ആക്രമിക്കുന്നുണ്ട്. കുടകിലെ ക്രിസ്ത്യാനികളെ അദ്ദേഹം മതം മാറ്റുന്നുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷേ അതേ ടിപ്പു സുൽത്താൻ തന്നെയാണ് ശൃംഗേരി മഠത്തിന് എത്രയും സംഭാവനകൾ നൽകിയിരുന്നത്, ശൃംഗേരി മഠത്തെ സഹായിക്കുകയും ചെയ്തിരുന്നത്. എന്തുകൊണ്ടാണ് മലബാറിലെ ക്ഷേത്രങ്ങൾ ആക്രമിച്ച ടിപ്പുവിന് ശൃംഗേരി മഠത്തെ ഇത്രമേൽ സഹായിക്കാൻ തോന്നിയത് എന്നാലോചിച്ചാൽ ഇത്തരത്തിൽ ധാരാളം ഘടകങ്ങളുണ്ട്. ഞാൻ അതിന്റെ ചരിത്രത്തിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് മധ്യകാലത്ത് സമ്പത്തിനെയും രാഷ്ട്രീയ അധികാരത്തെയും ഒക്കെ ചൊല്ലിയുണ്ടായ സംഘർഷങ്ങളെ മതസംഘർഷങ്ങളായി അവതരിപ്പിക്കുന്നത് 19-20 നൂറ്റാണ്ടുകളിലെ നമ്മുടെ ചരിത്ര വിചാരമാണ് എന്ന കാര്യം നാം ഓർക്കേണ്ടതുണ്ട്. ചരിത്രം ഇന്ത്യയോട് ചെയ്ത ഏറ്റവും വലിയ അന്യായങ്ങളിലൊന്ന് ഇന്ത്യൻ ഭൂതകാലത്തെ മുഴുവൻ മതവൽക്കരിക്കുകയും ഇന്ത്യൻ ഭൂതകാലത്തെ മുഴുവൻ മതയുദ്ധങ്ങളുടെ ഭൂതകാലമാക്കി മാറ്റുകയും ചെയ്തു എന്നതാണ്. വാസ്തവത്തിൽ അങ്ങനെയൊന്നുമല്ല. ഇപ്പോ ഇന്ത്യയിലെ ഹൈന്ദവ ജനജാഗരണത്തിന്റെ പ്രതീകമായി അവതരിപ്പിക്കപ്പെട്ട ഒരാളാണ് ശിവജി. ശിവജി ഏറ്റവും കൂടുതൽ ഏറ്റുമുട്ടിയ ആൾ ഔറംഗസീബാണ്. ഔറംഗസീബിന് വേണ്ടിയിട്ട് ശിവജിയോട് യുദ്ധം ചെയ്ത് ശിവജിയെ ഒരു വട്ടം പരാജയപ്പെടുത്തി തടവിലടയ്ക്കുന്നത് ഔറംഗസീബിന്റെ സേനാനായകനാണ്. അയാൾ രജപുത്രനാണ്, രാജാ ജയസിംഹൻ. വടക്ക് മുഗളന്മാരോട് യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന അതേ സമയത്ത് തന്നെ തെക്ക് തഞ്ചാവൂരിനോടും ഒടയാർമാരോടും നായക്കുമാരോടും ശിവജി യുദ്ധം ചെയ്യുന്നുണ്ട്. ഭാമിനി സുൽത്താൻമാരോട് യുദ്ധം ചെയ്തിരുന്ന വിജയനഗരം തെക്ക് തഞ്ചാവൂരിനോട് യുദ്ധം ചെയ്യുന്നുണ്ട്. തഞ്ചാവൂർ ഒരു ഹിന്ദു രാജ്യമാണ്. ഒടയാർമാരും നായക്കുമാരും ഹിന്ദുക്കളാണ്, അപ്പുറത്ത് മുസ്ലിങ്ങളാണ്. യുദ്ധം ഒരേ സമയത്താണ്. വാസ്തവത്തിൽ ഈ ജാതി മതമൊന്നും ഇല്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഏർപ്പാട് യുദ്ധമാണ്. ടോട്ടലി സെക്യുലറാണ്. ഒരു ജാതിയില്ല, മതമില്ല, മുടിഞ്ഞ യുദ്ധ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴാണ് അപ്പുറത്ത് മുസ്ലിം ആയിരുന്നു, ഇപ്പുറത്ത് ഹിന്ദു ആയിരുന്നു, അതുകൊണ്ട് ഇത് ഹിന്ദു മുസ്ലിം സംഘർഷമാണ് എന്ന് പറയുക. ഇത് 19-ാം നൂറ്റാണ്ടിലെ യൂറോപ്യൻ ചരിത്രകാരന്മാർ, പ്രത്യേകിച്ചും ബ്രിട്ടീഷ് ഹിസ്റ്റോറിയന്മാരാണ് ഈ തർക്കങ്ങളെ മുഴുവൻ മതയുദ്ധങ്ങളാക്കി മാറ്റിയത്. പിന്നെ നമ്മുടെ ദേശീയ നേതാക്കളും ദേശീയ ചരിത്രകാരന്മാരും നമ്മളെല്ലാവരും കൂടി ഏറ്റെടുത്തിട്ട് ഇപ്പോ ഇത് ഏതാണ്ട് വസ്തുതയായി. നോക്കൂ, ടിപ്പു സുൽത്താൻ ദേശവിരുദ്ധനാണ് എന്ന് കരുതാൻ മടിയില്ലാത്ത മഹാഭൂരിപക്ഷമുള്ള ആളുകൾ ഇന്ന് ഇന്ത്യയിലുണ്ട്. നമ്മൾ ഓർക്കാത്തൊരു കാര്യം, ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതിയിൽ വരച്ചു ചേർക്കപ്പെട്ടുള്ള ചിത്രങ്ങളിൽ ഒന്ന് ടിപ്പുവിൻ്റെയാണ്. ടിപ്പുവിന്റെ ചിത്രം നമ്മുടെ ഭരണഘടനയിലുണ്ട്. അക്ബറുടെ ചിത്രം നമ്മുടെ ഭരണഘടനയിലുണ്ട്. ഝാൻസി റാണിയുടെ ചിത്രത്തോടൊപ്പം ടിപ്പുവിന്റെ ചിത്രമുണ്ട്. ഇത് ഇന്ത്യ എന്താണ് എന്നതിൻ്റെ ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ, പിക്ചോറിയൽ റെപ്രസെന്റേഷൻ കൂടിയാണത്.
ഗാന്ധിയെ പോലെ, ടിപ്പുവിനെ പോലെ, ഝാൻസി റാണിയെ പോലെ, അക്ബറെ പോലെ, മൗര്യ ചക്രവർത്തിയായ അശോകനെ പോലെ, അശോകത്തിന്റെ ധർമ്മസ്തംഭത്തെ പോലെയുള്ള ചിത്രങ്ങൾ കൊണ്ട് ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ ഭാവന കൂടി നമുക്ക് വാസ്തവത്തിൽ ഭരണഘടനയിൽ കാണാം. പിന്നെ ടിപ്പു ദേശവിരുദ്ധനാണെന്നൊക്കെ പറയുന്ന ആളുകൾ ഭരണഘടന വായിക്കണമെന്ന് വായിച്ചു പിടിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ. ആ ഭരണഘടന കത്തിച്ചു കളയാൻ എന്താ വഴിയെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടരാണ് വാസ്തവത്തിൽ അവര്. അതുകൊണ്ട് നമുക്കത് പറയാൻ നിർവാഹമില്ല. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ മതപരമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്ന പല പ്രമേയങ്ങളുടെയും പിന്നാമ്പുറത്ത് വാസ്തവത്തിൽ മതമല്ല, സാമൂഹികമോ രാഷ്ട്രീയമോ ആയ കാര്യങ്ങളാണ്. അതുകൊണ്ട് ആധുനിക രാഷ്ട്രത്തിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു മതരാഷ്ട്ര യുക്തി ചരിത്രപരമായി ഇവിടെ നിലനിന്നിരുന്ന ഒന്നാണ് എന്ന തെറ്റിദ്ധാരണയിലല്ല നമ്മൾ എത്തേണ്ടത്. ഭൂതകാലത്തെ മതവൽക്കരിച്ചുകൊണ്ട് ആധുനിക രാഷ്ട്രീയ പ്രക്രിയയിലേക്ക് മതത്തെ കൂട്ടിയിണക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മുടെ ദേശീയ ഭാവനയിലേക്ക് വലിയ തോതിൽ മതം കടന്നു കയറിയത്. അതുകൊണ്ട് തിലകന്റെ നേതൃത്വത്തിൽ വികസിച്ചു വന്ന ദേശീയതാ സങ്കല്പത്തിന് മൗലികമായൊരു മികവുള്ളപ്പോൾ തന്നെ മൗലികമായൊരു പരാധീനത ഉണ്ടായിരുന്നു. മികവ് അത് ജനകീയമായ വ്യാപനം കൈവരിച്ചു, ഒരു രാഷ്ട്രീയ ശക്തിയായി മാറി എന്നതാണ്. മാരകമായ പരാധീനത, ആ രാഷ്ട്രീയ ഉള്ളടക്കം മതാത്മകമായി നിർവചിക്കപ്പെട്ടു എന്നതാണ്. ഇങ്ങനെ ഒരു വൈരുദ്ധ്യാത്മകത ഈ മൂന്നാം ഘട്ടത്തിലെ ജനകീയ ദേശീയതയ്ക്കുണ്ട്. ഈ ഘട്ടത്തിന് ശേഷമാണ് 1920കളോടെ പിന്നീട് ഏതാണ്ട് 1/4 നൂറ്റാണ്ട് കാലത്തെ ദേശീയ ഭാവനയുടെ കേന്ദ്രത്തിലേക്ക് ഗാന്ധിജി വരുന്നത്. എന്താണ് ഗാന്ധിജി ഇന്ത്യൻ ദേശീയ ഭാവനയിൽ കൊണ്ടുവന്ന സുപ്രധാനമായ മാറ്റം എന്ന് ചോദിച്ചാൽ നമുക്ക് ലളിതമായി പറയാവുന്ന കാര്യം, അദ്ദേഹം ദേശഭാവനയുടെ കേന്ദ്രത്തിലേക്ക് RP ദത്ത് എന്ന് പറയുന്ന, രജനി പാമദത്ത് എന്ന് പറയുന്ന ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് ചിന്തയുടെ പാർട്ടിയുടെയൊക്കെ ആദ്യകാല നേതാക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ബ്രിട്ടീഷ് പാർട്ടിയുടെ നേതാവായിരുന്നു. എങ്കിലും ഇന്ത്യൻ പാർട്ടിക്ക് അക്കാലത്ത് നേതൃത്വം കൊടുത്തിരുന്ന, ആശയപരമായി നേതൃത്വം കൊടുത്തിരുന്ന ഒരാളാണ് രജനി പാമദത്ത്. അദ്ദേഹം ഗാന്ധിയുടെ വലിയ വിമർശകനായിരുന്നു. ഗാന്ധി ബ്രിട്ടീഷ് ബൂർഷ്വാസിയുടെ ഒരു ഏജന്റാണ് എന്ന മട്ടിലുള്ള ആശയങ്ങൾ രജനി പാമദത്തിന്റെ ഇന്ത്യ ടുഡേ എന്നു പേരായ അദ്ദേഹത്തിന്റെ പ്രസിദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആ രജനി പാമദത്ത് പക്ഷെ അതേ ഗ്രന്ഥത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യം, ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന കർഷകരുമായി സമ്പൂർണമായി താദാത്മ്യം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നേതാവ് ഗാന്ധിജിയാണ് എന്നാണ്. അതേ അളവിൽ താദാത്മ്യപ്പെട്ട മറ്റൊരു നേതാവും ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല എന്നും RP ദത്ത് പറയുന്നുണ്ട്. ഇർഫാൻ ഹബീബ് ഈ ലേഖനത്തെ കുറിച്ച് പറയുമ്പോൾ ഇർഫാന്റെ അച്ഛൻ ഗാന്ധിയുടെ വലിയ ആരാധകനായിരുന്നു, ഗാന്ധിയുടെ കടുത്ത വിമർശകനായിരുന്നു. പ്രൊഫസർ മുഹമ്മദ് ഹബീബ് അലിഗഡ് സർവകലാശാലയിലെ ചരിത്ര വിഭാഗ അധ്യാപകനാണ്. ഇന്ത്യ ചരിത്രം മതനിരപേക്ഷമായി ആദ്യഘട്ടത്തിൽ എഴുതിയ ആളുകളിൽ ഒരാളാണ്. ഗാന്ധിയുടെ വലിയ വിമർശകനാണ്. ഇർഫാൻ രസമുള്ള ഒരു കാര്യം പറയുന്നുണ്ട്, ഞാൻ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛൻ ഗാന്ധിയുടെ വിമർശകനാണെങ്കിലും ഗാന്ധിജി എന്ന് പറയാൻ പോലും എന്നെ അനുവദിച്ചിരുന്നില്ല, മഹാത്മജി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇർഫാൻ ചോദിക്കുന്നത്, താൻ ഏറ്റവും അധികം എതിർക്കുന്ന ഒരു രാഷ്ട്രീയ നയത്തിന്റെ പ്രതിനിധിയെ മഹാത്മജി എന്നല്ലാതെ വിളിക്കാൻ അനുവദിക്കാതിരിക്കുന്ന പിതാവിന്റെ ഈ പ്രകൃതം എങ്ങനെ രൂപപ്പെട്ടതാണ്? ഈ വൈരുദ്ധ്യത്തെ നേരിട്ടുകൊണ്ടാണ് താൻ വളർന്നത് എന്ന് ഇർഫാൻ അതേക്കുറിച്ച് പറയുന്നുണ്ട്. ഇത് ഇർഫാൻ ഒരാളുടെ പ്രശ്നമല്ല കേട്ടോ. നിങ്ങൾ ഇന്ത്യയിൽ ഗാന്ധിയൻ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറയുന്ന വിചിത്രമായ ഒരു സംയോഗം കാണാം. അതിൻ്റെ ഒരു അടിസ്ഥാനം ഇതാണ്. കാരണം അത് നമ്മൾ കരുതുന്ന പോലെ ഒരു ജീവിത രീതിയൊന്നുമല്ല. ഏറ്റവും അടിത്തട്ടിലുള്ള മനുഷ്യരോട് താദാത്മ്യപ്പെട്ടുകൊണ്ട് ആ അടിത്തട്ടിലുള്ള മനുഷ്യരിൽ നിന്ന് അവരെ കൂട്ടിയിണക്കിക്കൊണ്ട് പുതിയൊരു രാഷ്ട്രീയ നിർവാഹകത്വം അവർക്ക് നൽകുന്ന നിർണായകമായ ഒരു ഇടപെടലായിരുന്നു ഗാന്ധിയുടേത്. അതുകൊണ്ടാണ് വ്യക്തിപരമായി, അതുകൊണ്ട് ഇന്നലെ ഞാൻ ഉദ്ധരിച്ച ഒരു വാക്യം, ഇർഫാന്റെ ഒരു വാക്യം ഞാൻ ഇന്നലെ ഉദ്ധരിക്കുകയുണ്ടായി. അത് വളരെ പ്രധാനമാകുന്നത് ഇവിടെ വെച്ചാണ്. ആത്മനിഷ്ഠമായി ഗാന്ധിജി മുതലാളിത്ത വിരുദ്ധവും സാമ്രാജ്യ വിരുദ്ധവുമായ നിലപാടിന്റെ പ്രതിനിധിയായിരുന്നു. പക്ഷേ രാഷ്ട്രീയമായി അദ്ദേഹം സാമ്പത്തിക വിശകലനത്തിൽ അദ്ദേഹം മൂലധനം ഇല്ലാതാകണം അല്ലെങ്കിൽ സ്വകാര്യ സ്വത്തുടമസ്ഥത ഇല്ലാതാകണം എന്നിടത്തോളം എത്തിയിട്ടുണ്ടാവില്ല. പക്ഷെ ഈ രണ്ട് ഘടകങ്ങൾ പ്രധാനമാണ്. ആ പ്രാധാന്യം അന്നത്തെ ഇന്ത്യയിൽ നിർണായകമായ ഒന്നായിരുന്നു. അങ്ങനെ ഏറ്റവും അടിത്തട്ടിലുള്ള മനുഷ്യരെ അവര് ഒരുപക്ഷെ രാഷ്ട്രീയ പ്രക്രിയയിൽ അന്നുവരെ യാതൊരു നിലയ്ക്കും ഇടം കിട്ടിയിട്ടില്ലാത്ത കൃമികീടങ്ങളെ പോലെ മാത്രം പരിഗണിക്കപ്പെട്ടിരുന്ന, നമ്മുടെ രാഷ്ട്രീയ പ്രയോഗത്തിന്റെ ചക്രവാളത്തിന്റെ വിദൂര ലോകങ്ങളിൽ പോലും ധൂളി സദൃശരായി പോലും ഉയർന്നു വന്നിട്ടില്ലാത്ത
കൃമികീടങ്ങളെക്കാൾ ദുർബലരായ മനുഷ്യരെയാണ് രാഷ്ട്രീയ പ്രയോഗത്തിന്റെ കേന്ദ്രത്തിലേക്ക് ഗാന്ധിജി കൊണ്ടുവന്നത്. ഇതാണ് ഗാന്ധിയുടെ രാഷ്ട്രീയത്തിന്റെ മർമ്മസ്പർശിയായ വ്യത്യാസം. ഏറ്റവും അവസാനത്തെ മനുഷ്യനിലേക്ക് രാഷ്ട്രീയത്തിന്റെ കേന്ദ്രത്തെ നീക്കുക എന്നതാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ വാക്യമുണ്ടല്ലോ, എന്താണ് ഈ രാഷ്ട്രത്തിന്റെ ഫംഗ്ഷൻ എന്ന ചോദ്യത്തിന്, വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ഇന്ത്യൻ നേഷൻ, ഒറ്റ വാക്യേ ഉള്ളൂ, ടു വൈപ്പ് ഔട്ട് ദ ടിയേഴ്സ് ഫ്രം ദ ഐസ് ഓഫ് ദ കോമൺ മാൻ. ഈ അവസാനത്തെ മനുഷ്യനാണ് സാധാരണ മനുഷ്യൻ, അവന്റെ കണ്ണീരൊപ്പലാണ് രാഷ്ട്രം എന്നത് ദേശരാഷ്ട്രങ്ങൾക്കും ദേശീയതാ സങ്കല്പത്തിനും അക്കാലം വരെ നൽകപ്പെട്ട എല്ലാ യുക്തികൾക്കും അപ്പുറത്തേക്ക് ദേശീയതയെ വികസിപ്പിക്കുന്ന ഒരു ഏർപ്പാടായിരുന്നു. ദേശീയതയെ അകമേ പൊളിച്ചു പണിയുന്ന ഒരു ഏർപ്പാടായിരുന്നു. ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ഇപ്പൊ 1917 ചമ്പാരൻ സത്യാഗ്രഹം വരുന്നു. ചമ്പാരൻ സത്യാഗ്രഹത്തെ കുറിച്ച് 16 AICC സമ്മേളനത്തിലൊക്കെ ചർച്ച നടക്കുന്നുണ്ട്. ഗാന്ധിയോട് ആ ചർച്ചയിൽ ഇടപെട്ട് സംസാരിക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. ഗാന്ധി ഇടപെടുന്നില്ല. കാരണം തനിക്ക് അതേക്കുറിച്ച് യാതൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം വിട്ടുനിൽക്കുകയാണ് ചെയ്തത്. പിന്നെ ചമ്പാരനിലെ ഒരു കാർഷിക നേതാവ് ഗാന്ധി അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും അവിടെ ചെന്ന് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് ഗാന്ധി ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ നേതൃത്വത്തിലേക്ക് വരുന്നത്. എന്തായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ മൗലികമായ വ്യത്യാസം? അത് ആ സത്യാഗ്രഹത്തിന്റെ മുദ്രാവാക്യം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടണമെന്നോ ഇന്ത്യക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം വേണമെന്നോ ഒന്നുമുള്ള മുദ്രാവാക്യമല്ല. വളരെ ലളിതമായ മുദ്രാവാക്യമാണ്, കർഷകർക്ക് വിളവിന് വില കിട്ടണം. കർഷകർക്ക് വിളവിന് വില കിട്ടണം. നോക്കൂ, ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി കർഷകരെന്നത് ഒരു പൊളിറ്റിക്കൽ ഏജൻസി ഉള്ള ഒന്നായിട്ട് മാറുകയാണ്. അതുവരെ ആരാണ് സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിന്റെ നേതൃബിംബങ്ങൾ? ആരുടെ അവകാശാധികാരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സമരം? സമരം മധ്യകാല നാടുവാഴിത്തത്തിന്റെയോ മധ്യകാല രാജവാഴ്ചയുടെയോ ഉന്നത സാമൂഹ്യ വിഭാഗങ്ങളിൽപ്പെട്ടവരുടെയോ സാമ്പത്തികവും രാഷ്ട്രീയവുമായ വീക്ഷണങ്ങളിൽ നിന്നാണ് സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യം ഉയർന്നു വന്നത്. പഴശ്ശി എന്തിനാണ് സമരം ചെയ്തത്? പഴശ്ശി സമരം ചെയ്തത് മലബാറിൽ നിന്ന് കമ്പനിയിൽ നിന്ന് മലബാറിനെ മോചിപ്പിക്കാനോ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടാനോ വേണ്ടിയിട്ടൊന്നുമല്ല. പഴശ്ശിയുടെ ഡിമാൻഡ് വളരെ സിമ്പിളായിരുന്നു. ഞാൻ പഴശ്ശിയെ കുറച്ച് പറയുകയാണെന്ന് തെറ്റിദ്ധരിക്കരുത്, പഴശ്ശി വലിയ പോരാളിയാണ്. പക്ഷെ പ്രശ്നം എന്തായിരുന്നു? മലബാറിൽ നിന്ന് കമ്പനി പോകണമെന്നൊന്നും പഴശ്ശി പറഞ്ഞിട്ടില്ല. കുറുപ്പനാട്ട് താലൂക്കിലും പരിസര പ്രദേശത്തും കരം പിരിക്കാനുള്ള അവകാശം തനിക്ക് തരാതെ അമ്മാവന് കൊടുത്തത് ശരിയായില്ല എന്നതായിരുന്നു പഴശ്ശിയുടെ പ്രശ്നം. ഇതാണ് പഴശ്ശി കമ്പനിയും തമ്മിൽ ഇടഞ്ഞതിന്റെ കാരണം. ഞാനിത് കുറഞ്ഞൊരു യുദ്ധമായിരുന്നു എന്ന് പറയല്ല, മറിച്ച് ഇതിപ്പോ പഴശ്ശി മാത്രമല്ല, കാന്തിയാത്തോപ്പിയാകാം, ഝാൻസി റാണിയാകാം, പാലിയത്തച്ഛനാകാം, വേലുത്തമ്പി ദളവയാകാം. 19-ാം നൂറ്റാണ്ടിന്റെ 2ാം പകുതി വരെ ഇന്ത്യയിൽ നടന്ന മിക്കവാറും പ്രക്ഷോഭങ്ങളുടെയും കലാപങ്ങളുടെയും പിന്നിലെ പ്രേരണ മധ്യകാല നാടുവാഴിത്തത്തിന്റെയും രാജവാഴ്ചയുടെയും അവശിഷ്ടാധികാരങ്ങളെ പുനഃസ്ഥാപിക്കുക എന്നതായിരുന്നു. പിന്നാലെ ഉയർന്നു വന്ന രാഷ്ട്രീയ പ്രക്ഷോഭം അല്ലെങ്കിൽ ദേശീയതാ സങ്കല്പം ഉപരിവർഗ മധ്യവർഗങ്ങളുടെ രാഷ്ട്രീയ ആശയങ്ങൾ എന്ന നിലയ്ക്കോ വാണിജ്യ മുതലാളിത്തത്തിന്റെ സാമ്പത്തിക ആവശ്യങ്ങളുടെ അടിസ്ഥാനം എന്ന നിലയ്ക്കോ ആണ്. അതായത് ഒന്നുകിൽ മധ്യകാല നാടുവാഴിത്തത്തിന്റെ അവകാശാധികാരങ്ങൾ, അല്ലെങ്കിൽ പുതുതായി വികസിച്ചു വരുന്ന ഉപരിവർഗ മധ്യവർഗ വിഭാഗങ്ങളുടെ സാമൂഹ്യ രാഷ്ട്രീയ ഭാവനകൾ, ഇതിനോട് ബന്ധപ്പെട്ട് നിന്നിരുന്ന ദേശീയതാ സങ്കല്പത്തിൽ നിന്ന് ഇന്ത്യൻ ജനതയുടെ ഏറ്റവും കീഴ്ത്തട്ടിലുള്ള കോടാനുകോടി മനുഷ്യരുടെ ദൈനംദിന ജീവിതാവശ്യങ്ങളിലേക്ക് ദേശീയ സമരത്തെ കടത്തി നിർത്തുന്നതിൻ്റെ കേന്ദ്രമായിരുന്നു ഗാന്ധിജി. ഇതാണ് ഗാന്ധിജിയെ മൗലികമായി വ്യത്യസ്തമാക്കിയത്. ഇർഫാൻ ഹബീബ് ഒറ്റ വാക്യത്തിൽ അതിനെ മനോഹരമായി സംഗ്രഹിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: അമൂർത്തമായ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഉയർത്തുകയല്ല, മൂർത്തമായ ഭൗതിക പ്രശ്നങ്ങളിൽ നിന്ന് സമരം തുടങ്ങുകയാണ് വേണ്ടത് എന്ന ഇടതുപക്ഷ തന്ത്രം ഇന്ത്യയിൽ ഏറ്റവും ഫലപ്രദമായി നടപ്പിലാക്കിയ ആളുകളിൽ ഒരാൾ ഗാന്ധിജി. കൃഷിക്കാർക്ക് വിളവിന് വില കിട്ടണം. കൃഷിക്കാരെന്ന ഒരു എൻറ്റിറ്റി, കൃഷിക്കാരെന്ന് പറയുന്ന ഒരു സാമൂഹ്യ വിഭാഗം സമരത്തിന്റെ കേന്ദ്രമായി മാറുന്നു. ഇങ്ങനെ ഒരു സാമൂഹ്യ വിഭാഗം വരുമ്പോൾ ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ, അതുവരെ ഉണ്ടായിരുന്ന നാടുവാഴികൾ, ഭൂപ്രഭുക്കൾ, ജാതിമത വിഭാഗങ്ങളിൽപ്പെട്ടവർ, ഇങ്ങനെ ചെതറി നിന്നിരുന്ന ഒരു ജനതയ്ക്കിടയിലൂടെ അതിനെല്ലാം കുറുകെ നീങ്ങുന്ന മതനിരപേക്ഷമായ ഒരു സോഷ്യൽ ഐഡന്റിറ്റി സമരത്തിന്റെ കേന്ദ്രത്തിൽ വരുന്നു: കർഷകർ. കാരണം കർഷകർക്ക് പ്രദേശമില്ല, കർഷകർക്ക് ഭാഷയില്ല, സംസ്കാര ഭേദമില്ല, ജാതിമത ഭേദമില്ല. കർഷകർ ഒരു ഗ്രൗണ്ടഡായ സോഷ്യൽ റിയാലിറ്റിയാണ്.
ഈ സോഷ്യൽ റിയാലിറ്റി സമരത്തിന്റെ കേന്ദ്രത്തിലേക്ക് വരുന്നു. ഗാന്ധിയുടെ സമരത്തിന്റെ മൗലിക പ്രാധാന്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, സമരത്തിന്റെ മുദ്രാവാക്യങ്ങൾ ജാത്യാതീതവും മതാതീതവും ഭാഷാതീതവും സംസ്കാരാതീതവുമായി അടിസ്ഥാനപരമായ ഭൗതിക ആവശ്യങ്ങളിൽ നിന്ന് വികസിപ്പിച്ചെടുത്തതാണ്. അതിന്റെ ഏറ്റവും മർമ്മസ്പർശിയായ ഉദാഹരണമായിരുന്നു ഉപ്പ് സത്യാഗ്രഹം. ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ച സമയത്ത് വാസ്തവത്തിൽ AICCയിലെ ഭൂരിപക്ഷം ആളുകൾക്കും ആ മുദ്രാവാക്യത്തോട് വലിയ താല്പര്യമൊന്നുമില്ല. അന്നത്തെ ചർച്ച കേട്ടാൽ രസമാണ്. ഒരു ചർച്ചയിൽ ഒരാൾ ഉന്നയിക്കുന്നത് കുറച്ചുകൂടി ഗൗരവമുള്ള എന്തെങ്കിലും ഒരു വിഷയം